ഹായ്, എല്ലാവർക്കും ഭാഗ്യലക്ഷ്മിയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കാണിക്കുന്നത് രജനിയുടെ വീട്ടിലേക്ക് എത്തുകയാണ് ഭാഗ്യലക്ഷ്മി. രജനിയുടെ ആന്റി വന്ന് ഡോർ തുറന്ന ശേഷം ആരാണെന്ന് ചോദിക്കുകയാണ്. ദേഷ്യത്തോടു കൂടി ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഞാൻ ആരാണെന്ന് പറയാൻ വരട്ടെ. അവൾ എവിടെ രചന? അവൾ ഇവിടെ ഇല്ല. എവിടെ പോയതാണ്? എന്നോട് പറഞ്ഞില്ല. അന്നേരം ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? ഞാൻ ഇവിടത്തെ ജോലിക്കാരിയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ നടന്നിരുന്നു. ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ എന്റെ മോള് ദീപ ഇവിടെ വന്നപ്പോൾ മോൾക്ക് കൊടുത്ത ജ്യൂസിൽ എന്താ നിങ്ങൾ മിക്സ് ചെയ്തത്? അന്നേരം പേടിച്ച് ആന്റി പറയുകയാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ആരാണ് ചെയ്തത്? എന്റെ മോള് ദീപ അവളുടെ അനിയത്തി ഇല്ലാതെ ഒരു ഫംഗ്ഷനും പോകില്ല, എങ്ങോട്ടും പോകില്ല. പിന്നെ അവളെ നിർബന്ധിച്ച് ഇവിടെ വിളിച്ചു കൊണ്ടുവന്നിട്ട് മയക്കി കിടത്തി അല്ലേ? ഒന്ന് ഭയപ്പെട്ട് ആന്റി ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് സാറി പറയുന്നത്? നിങ്ങൾക്കറിയില്ലെങ്കിൽ അവൾക്കറിയാം എല്ലാം. നീ ഇവിടത്തെ ജോലിക്കാരി ആയതുകൊണ്ട് നിന്റെ അറിവില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് ഞാൻ കരുതുന്നില്ല. എനിക്കൊന്നും അറിയില്ല സാറേ. ഇവിടെ വന്ന ശേഷം ആ കൊച്ചിനൊരു തളർച്ച ഉണ്ടായി എന്നുള്ളത് ശരി തന്നെ. അത് കിടന്ന് ഉറങ്ങുകയും ചെയ്തു. അതെ, ഉറങ്ങുകയും ചെയ്തു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നാണ് എനിക്കറിയേണ്ടത്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. കുറച്ചു കഴിഞ്ഞ് ഉറക്കമെഴുന്നേറ്റ ദീപമോളെ രചനമോൾ കൂട്ടിക്കൊണ്ടു പോയി. വീട്ടിൽ കൊണ്ടുവന്ന് വിടാം എന്ന് പറഞ്ഞാണ് പോയത്. ദേഷ്യത്തോടുകൂടി ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അവൾ എവിടെ പോയി ഒളിച്ചാലും അവളെ ഞാൻ വെറുതെ വിടില്ല. കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കും വേണം പോക്കറ്റ് മണി. അതുപോലെയാണ് അവരുടെ ആവശ്യങ്ങൾ. അതിനുവേണ്ടി കൂടെ നടക്കുന്നവരെ പോലും ചതിക്കാൻ മടിക്കില്ല. അവരുടെ ഭാവി പോലും ഇല്ലാതാക്കാൻ ഒരു മടിയും കാണിക്കില്ല. പക്ഷേ രചന അത്തരക്കാരിയാണെന്ന് ഞാൻ കരുതിയില്ല. പറഞ്ഞേക്കവളോട് ദീപയുടെ അമ്മ വന്ന് അന്വേഷിച്ചിട്ട് പോയെന്ന്. പിന്നീട് കാണിക്കുന്നത് ഭാഗ്യലക്ഷ്മിയെ വഴിയിൽ കാത്തു നിൽക്കുന്ന കാർത്തികേയനെയാണ്. വണ്ടി നിർത്തി ഇറങ്ങിയ ഭാഗ്യലക്ഷ്മിയോട് കാർത്തി ചോദിക്കുകയാണ്, മകളുടെ ചിത്രങ്ങളൊക്കെ കണ്ടായിരുന്നോ? അന്നേരം ഒന്ന് ഭയത്തോടുകൂടി കാർത്തിയെ നോക്കുകയാണ് ഭാഗ്യലക്ഷ്മി. നിങ്ങൾക്ക് എന്നെ കടിച്ചു കീറാനുള്ള ദേഷ്യമൊക്കെ ഉണ്ട് എന്നെനിക്കറിയാം. ഓടി വന്ന് ഷർട്ട് പിടിച്ച് വലിക്കേണ്ടതാണ്. പിന്നെ അങ്ങനെ ചെയ്യാതെ നിൽക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ സാധനമുള്ളത് കൊണ്ടാണ്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, നേരെ വന്ന് തല ഉയർത്തി പിടിച്ചു നിന്ന് ചെയ്യേണ്ടത് ചെയ്യും. അതാണ് എന്റെ രീതി. ഒരിക്കലും നിന്നെ ഒന്നും പോലെ വളഞ്ഞ വഴി സ്വീകരിക്കില്ല. കൂട്ടുകാരനോട് കാർത്തി പറയുകയാണ്, മോളുടെ ലീലാവിലാസങ്ങൾ കണ്ടിട്ട് അമ്മയ്ക്ക് ഒരു കുലുക്കവുമില്ല. ഷീബ കൊലക്കേസ് നേരിട്ട് കണ്ട ഒരുത്തൻ കോടതിയിൽ സാക്ഷി പറയാൻ വന്നു. അവനെ അങ്ങ് തട്ടിക്കളഞ്ഞു. ഇനി ഒരാളെ കൂടി കൊല്ലാൻ കഴിയില്ല. പ്രത്യേകിച്ച് നിങ്ങളെ പോലെ ഒരു വില്ലേജ് ഓഫീസറെ, അതും ഒരു സ്ത്രീയെ. അതുകൊണ്ട് ഇതേ ഉള്ളൂ ഒരു മാർഗം. ഇതൊരു സാമ്പിൾ വെടികെട്ടാണ്. കുറച്ചുകൂടി നല്ല ചിത്രങ്ങൾ കയ്യിലുണ്ട്. ബോറടിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ചിത്രങ്ങൾ വാട്സപ്പിൽ ഇട്ടു തരാം. ഇപ്പൊ ഫോട്ടോസ് അല്ലേ വന്നത്, ക്യാമറയിൽ ദൃശ്യങ്ങൾ മുഴുവൻ പകർത്തിയിട്ടുണ്ട്. വീഡിയോ കൈവശമുണ്ടെന്ന് കാർത്തി പറയുമ്പോൾ ഡാ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് കാർത്തിയുടെ അടുത്തേക്ക് വരികയാണ് ഭാഗ്യലക്ഷ്മി. കാർത്തി കൈകൊണ്ട് തടുത്തിട്ട് പറയുകയാണ്, വേണ്ട വേണ്ട, ഇപ്പോഴും വേണ്ട, കോടതിയിലും വേണ്ട. നാളെ കോടതി കൂടുന്ന സമയത്ത് ആവേശമൊക്കെ തണുത്ത് കാഴ്ചക്കാരിയായിട്ടും സാക്ഷിയായിട്ടും വരാതിരുന്നാൽ ഒന്നും പുറം ലോകം കാണില്ല. അല്ലെങ്കിൽ അമ്മയ്ക്കും മക്കൾക്കും വെളിയിൽ ഇറങ്ങി നടക്കാൻ കഴിയില്ല. നിങ്ങളെ എന്റെ അച്ഛന് 8ന്റെ പണി കൊടുത്തു. അങ്ങേര് പിന്നെ എന്നെ പോലെയൊന്നും അല്ല. ആണായാലും പെണ്ണായാലും ഇടഞ്ഞാൽ പിന്നെ വിടില്ല. അതുപോലെയുള്ള തിരിച്ചടികളായിരിക്കും തരുന്നത്. ഇവിടെ പിന്നെ അഡ്വക്കേറ്റ് വിജയകുമാർ, അത് ഞങ്ങളുടെ കുടുംബ സുഹൃത്തായി പോയി. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ ഇങ്ങനെ മേയാൻ വിട്ടിരിക്കുന്നത്. ദേഷ്യപ്പെട്ട് ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, നിനക്ക് അമ്മയുണ്ടോ പെങ്ങന്മാരുണ്ടോ? തിരിച്ചുകൊണ്ട് കാർത്തി പറയുകയാണ്, എടാ ഇത്തരം സംസാരങ്ങളൊക്കെ വീട്ടിലിരിക്കുന്ന അമ്മയോട് പോയി പറയടാ. സ്ഥിരം ഡയലോഗുമായിട്ട് വരല്ലേ. അതൊക്കെ കുറെ കേട്ടിട്ടുള്ളതാണ്. ദേഷ്യപ്പെട്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, നിനക്കൊരു അമ്മയുണ്ടെങ്കിൽ അവരുടെ കരണത്താണ് തല്ലേണ്ടത്. നിന്റെ അച്ഛനെയും നിന്നെയും ഈ രീതിയിലാക്കി മാറ്റിയതിന്, പാവപ്പെട്ട പെൺകുട്ടികളെ കരയിക്കുന്ന നിനക്കൊക്കെ വിഷം തന്ന് കൊല്ലാത്തതിന്. അത്രയും പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോവുകയാണ് ഭാഗ്യലക്ഷ്മി. കാർത്തി കൂട്ടുകാരനോട് പറയുകയാണ്, സ്വന്തം അമ്മയുടെ ചിത്രങ്ങൾ കണ്ടിട്ടും അമ്മയ്ക്ക് മനസ്സിനൊരു താളവും തെറ്റിയിട്ടില്ല. സംസാരത്തിന് ഒരു കുറവും ഇല്ല. കൂട്ടാളി ചോദിക്കുകയാണ്, അവരിനി കോടതിയിൽ വരുമോ? കാർത്തി പറയുന്നു, വന്നാൽ നമ്മൾ ജയിലിൽ പോകും. പക്ഷേ അവർക്കും അവരുടെ മക്കൾക്കും നാട്ടിൽ ഇനി ജീവിക്കാൻ പറ്റില്ല. പിന്നീട് കാണിക്കുന്നത് സങ്കടപ്പെട്ട മനസ്സോടുകൂടി വണ്ടി ഓടിച്ചു പോകുന്ന ഭാഗ്യലക്ഷ്മിയാണ്. ഭാഗ്യലക്ഷ്മി വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്നൊരു സ്കൂട്ടിയിലേക്ക് ഇടിക്കാൻ പോവുകയാണ്. പക്ഷെ സ്കൂട്ടിക്കാരൻ തെന്നി മാറുകയാണ്. വണ്ടി സൈഡ് ഒതുക്കിയിട്ട് അയാൾ ദേഷ്യത്തോടുകൂടി ഭാഗ്യലക്ഷ്മിയുടെ കാറിന്റെ അടുത്തേക്ക് വന്ന് ഗ്ലാസിൽ മുട്ടുകയാണ്. അയാൾ ചോദിക്കുകയാണ്, കുറച്ച് സ്പീഡ് കുറച്ച് ഓടിച്ചൂടെ? മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണോ? സോറി എന്ന് ഭാഗ്യലക്ഷ്മി പറയുമ്പോൾ അയാൾ പറയുകയാണ്, ഓ കട്ടിയായിട്ട് വാരിയെടുത്ത് കൊണ്ട് പോകാമായിരുന്നു. ഇറങ്ങിക്കോളും ഓരോന്ന് എന്ന് പറഞ്ഞിട്ട് തിരികെ പോവുകയാണ് അയാൾ. പിന്നീട് വീട്ടിലേക്ക് എത്തുകയാണ് ഭാഗ്യലക്ഷ്മി. അമ്മ വരുന്നത് കണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ദീപ. ദീപ ചോദിക്കുകയാണ്, അമ്മ എവിടെയാണ് പോയത്? ഒന്നും പറയാതെയാണല്ലോ അമ്മ പോയത്.
എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളിനെ കാണാനുണ്ടായിരുന്നു. അതെ അമ്മേ, ദേഷ്യപ്പെട്ടെന്ന് ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്. അതൊക്കെ മോളോട് പറയേണ്ട കാര്യമുണ്ടോ? അമ്മയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ദിയ എന്നോട് പറഞ്ഞു. എനിക്കും അങ്ങനെ തോന്നി. പ്രശ്നങ്ങൾക്ക് നടുവിൽ തന്നെയായിരുന്നു അമ്മയുടെ ജീവിതം എന്നും. അതിൽ ഇടയ്ക്കിടയ്ക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെന്ന് മാത്രം. അവളുടെ അച്ഛൻ വന്നിരുന്നോ? ഇല്ല. അന്നേരം പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ദിയ. അമ്മ വന്നോ? എവിടേക്കാണ് അമ്മ പോയത്? ദിയയുടെ ആ ചോദ്യം കൂടിയായപ്പോൾ ആകെ ദേഷ്യപ്പെടുകയാണ് ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഒരു റൗണ്ട് ചോദ്യം കഴിഞ്ഞു, നിന്റെ ചേച്ചിയുടെ വക. ഇനി നീയും കൂടി തുടങ്ങണ്ട. അത്രയും പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ് ഭാഗ്യലക്ഷ്മി. ദീപ ചോദിക്കുകയാണ്, എന്താ അമ്മയ്ക്ക് പറ്റിയത്? അമ്മ ആകെ ചൂടിലാണല്ലോ. അമ്മയെ കൊല്ലും തിന്നും എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് ഒരുത്തനും അവന്റെ മോനും. അമ്മ കോടതിയിൽ ചെല്ലാൻ പാടില്ലല്ലോ. ഇവിടെ ഒരാൾക്കും അതാണല്ലോ ആഗ്രഹം. അതുകൊണ്ട് അമ്മയെ തളർത്തുന്ന എന്തെങ്കിലും പ്രവൃത്തികൾ അവന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. ദീപ പറയുകയാണ്, അമ്മയ്ക്ക് എന്നെ കാണുമ്പോഴാണ് സങ്കടം വരുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല ചേച്ചി. എന്തെങ്കിലും ഒരു വിഷമം ഈ വീട്ടിലുണ്ടായാൽ ഏറ്റവും കൂടുതൽ സെന്റിമെന്റൽ ആകുന്നത് ചേച്ചിയാണ്. അതുകൊണ്ടാണ്. അതമ്മയ്ക്കറിയാം. ഞാൻ പിടിച്ചു നിൽക്കുമെന്നും അമ്മയ്ക്കറിയാം. അതുകൊണ്ടാണ് ചേച്ചിയെ കാണുമ്പോൾ ഇത്രയും വിഷമം. എന്തായാലും അമ്മയുടെ മനസ്സിൽ എന്താണെന്ന് നീയൊന്ന് അറിഞ്ഞു വയ്ക്കണം. അച്ഛനുണ്ടെങ്കിലും അച്ഛനില്ലാത്ത പോലെയാണ് നമുക്ക്. പിന്നെ അമ്മ കൂടി വേദനിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്താൽ ഒരു സമാധാനവും കാണില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ദീപ. ദീപയുടെ വിഷമം കണ്ട് ദിയ പറയുകയാണ്, അതറിയാമല്ലോ. അതാണ് ഞാൻ പറയുന്നത്. അമ്മ ചെയ്യുന്നത് 100 അല്ല 101% ശരിയാണെന്ന്. അതുകൊണ്ട് അമ്മ തന്റെ ഇടത്തോടു കൂടി ഓരോന്ന് ചെയ്യുമ്പോൾ അതിന്റെ പേരിൽ നമുക്ക് എന്ത് നഷ്ടങ്ങൾ ഉണ്ടായാലും നമ്മൾ അമ്മയ്ക്കൊപ്പം ഉറച്ചു നിൽക്കണം. അമ്മ ചെയ്യുന്നത് ശരിയായില്ല എന്ന് നമ്മൾ മക്കൾ ഒരിക്കലും പറയാൻ പാടില്ല. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന്. അതിനെപ്പറ്റി ചേച്ചിയുടെ ഫ്രണ്ട്സ് പോലും ചേച്ചിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. രചന ഉൾപ്പെടെ പലരും. അവരുടെ തന്റെ ഇടമെങ്കിലും ചേച്ചി ഒത്തിരി കാണിക്കണം. നമുക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛനില്ല എന്ന് തോന്നലുണ്ടെങ്കിൽ ആ അമ്മയ്ക്കൊപ്പം ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത്. പിന്നീട് കാണിക്കുന്നത് റൂമിൽ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഭാഗ്യലക്ഷ്മിയുടെ അടുത്തേക്ക് എത്തുകയാണ് ദിയ. ദിയ പറയുകയാണ്, അമ്മേ, ശ്രീകുമാർ കൊലക്കേസിൽ അമ്മ സാക്ഷി പറയാൻ തീരുമാനിച്ചത് മുതൽ പല ഭാഗത്തു നിന്നും ഭീഷണിയുണ്ടെന്നറിയാം. അതാണോ അമ്മയുടെ ടെൻഷന് കാരണം? അതോ ഓഫീസിൽ അമ്മയെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായോ? ദേഷ്യപ്പെട്ട് ഭാഗ്യലക്ഷ്മി ഒന്ന് ദിയയെ തുറച്ചു നോക്കുകയാണ്. ദിയ ചോദിക്കുകയാണ്, അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്റെ മനസ്സിലുള്ളതൊക്കെ ഞാൻ നിന്നോട് പറയണോ? അമ്മ എന്നോടാണല്ലോ എല്ലാം പറയുന്നത്. എന്നാൽ ഒരമ്മയ്ക്ക് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ട്. ആ നേരത്ത് മറ്റുള്ളവരുടെ മൂഡ് മനസ്സിലാക്കി പെരുമാറണം, സംസാരിക്കണം. ദിയ പറയുകയാണ്, ഇങ്ങനെ ഒരു അമ്മയെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതെ, ഞാനും ഇങ്ങനെ ഒരു അമ്മയെ ആദ്യമായിട്ട് കാണുകയാണ്. എന്റെ ഹൃദയം മാന്തിപ്പൊളിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഓരോന്ന് ചോദിച്ചുകൊണ്ട് കുത്തി ചോദിച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് വരരുത്. അമ്മയ്ക്കൊരു ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ദിയ. വേണ്ട, നിങ്ങൾ രണ്ടാളും കുടിച്ചോ. വീണ്ടും നോക്കി ഭാഗ്യലക്ഷ്മിയെ നോക്കിയ ശേഷം തിരിഞ്ഞു പോകുന്ന ദിയെ വിളിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. ദിയ, വേദനയുണ്ട് എനിക്ക്. പുറത്ത് പറയാൻ കഴിയാത്ത വേദന. അത് തൽക്കാലം മോളോട് പറയാൻ പറ്റില്ല. അതേപ്പറ്റി ചോദ്യങ്ങളും ഇനി വേണ്ട. തിരിഞ്ഞു നിൽക്കണ്ടെന്നാണ് പറഞ്ഞത്. ശരിയമ്മ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് ദിയ. ദിയ റൂമിൽ നിന്നും ഇറങ്ങിയ ശേഷം വാതിലടച്ച് കുറ്റിയിട്ട് നിന്ന് കരയുകയാണ് ഭാഗ്യലക്ഷ്മി. അതിനുശേഷം കാർത്തി വഴിയിൽ തടഞ്ഞു നിർത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വീണ്ടും സങ്കടപ്പെടുകയാണ് ഭാഗ്യലക്ഷ്മി. പിന്നീട് കാണിക്കുന്നത് രാത്രി വീട്ടിലേക്ക് എത്തുന്ന വിജയകുമാറിനെയാണ്. തന്നെ മൈൻഡ് ചെയ്യാതെ മുകളിലേക്ക് പോകാൻ തുടങ്ങുന്ന വിജയകുമാറിനോട് ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, നാളെയല്ലേ ശ്രീകുമാറിന്റെ കേസ് എടുക്കുന്നത്? ആ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയല്ലേ? അപ്പൊ പിന്നെ പ്രോസിക്യൂട്ടർ പറഞ്ഞു കാണുമല്ലോ കേസെടുക്കുന്ന ദിവസവും സമയവുമൊക്കെ. ആ കേസിലെ പ്രധാന വിറ്റ്നസ് നീയാണ്. അത് അറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ ആ കേസ് ഏറ്റെടുത്തത്? സാധാരണ സദാനന്ദന്റെയും മോന്റെയും ഒക്കെ കേസ് വാദിക്കുന്നത് ഞാൻ തന്നെയാണ്. പിന്നെ ഇപ്പോൾ നീ പ്രധാന സാക്ഷിയായതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും ആ കേസ് ഒഴിവാക്കില്ല. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ തറവാട്ടിൽ പോയിരുന്നു അല്ലേ? എന്നിട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും എന്താണ് പറഞ്ഞത്? എന്റെ അച്ഛനെയും അമ്മയും ഒക്കെ നീ ബ്രെയിൻ വാഷ് ചെയ്തു വച്ചിരിക്കുകയല്ലേടി. എന്റെ അച്ഛനും അമ്മയ്ക്കും മക്കൾക്ക് മുകളിൽ ആരുമില്ല. മകനെ തള്ളിക്കളഞ്ഞിട്ട് മരുമക്കളെ ആരും സ്നേഹിക്കാറുമില്ല. ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് മോശമാണ് നിങ്ങളുടെ സ്വഭാവമെന്ന് മനസ്സിലാക്കണം. വിജയകുമാർ പറയുകയാണ്, നാളെ കേസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ വന്നത്. അല്ലെങ്കിൽ നീ ഉറങ്ങിക്കഴിഞ്ഞിട്ടേ ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നുള്ളൂ. എന്നോടുള്ള ദേഷ്യം നിങ്ങൾ മക്കളോട് തീർക്കുന്നത് എന്തിനാണ്? ശ്രീകുമാറിന്റെ കേസ് ജയിക്കാനായി സദാനന്ദനും മോനും എന്തെങ്കിലും മാർഗം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് നിങ്ങളായിരിക്കും. അങ്ങനെ തന്നെ വേണമല്ലോ അല്ലേ? എന്റെ കക്ഷികൾ ജയിക്കാൻ വേണ്ടി അവർക്ക് ഞാൻ തന്നെ വേണ്ടേ നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ? അങ്ങനെയാണല്ലോ ഇതിനു മുൻപ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്.
അന്നേരം അവിടേക്ക് വന്ന ദിയ ചോദിക്കുകയാണ്, അച്ഛന് നാണമില്ലല്ലോ ഇതുപോലുള്ള ഒരു കേസ് ഏറ്റെടുക്കാൻ? വിജയകുമാർ ചോദിക്കുകയാണ്, അച്ഛൻ എന്തിനാടി നാണിക്കുന്നത്? ഇതുവരെ കിട്ടാത്ത ഒരു തുകയാണ് സദാനന്ദൻ എനിക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. നല്ല അഡ്വാൻസും തന്നു. പിന്നെ എന്റെ തൊഴിൽ ഞാൻ ചെയ്യണ്ടേ? ഷീബ എന്നൊരു പെൺകുട്ടിയെ ക്രൂരമായി കൊന്നവനാണ് കാർത്തി. എന്റെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഷീബ. ആ കൊലപാതകം നേരിട്ട് കണ്ട ആളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട ശ്രീകുമാർ. എന്ന് വെച്ചാൽ ഒരു ജീവപര്യന്തമോ തൂക്കുകയറോ കിട്ടേണ്ടവനാണ് സദാനന്ദന്റെ മോൻ. യുടെ സംസാരമൊക്കെ കേട്ട് വിജയകുമാർ ഭാഗ്യലക്ഷ്മിയോട് പറയുകയാണ്, പാർട്ട് ടൈമായിട്ട് നിയമം പഠിക്കുന്ന മോള് തുടങ്ങിയിട്ടുണ്ട്. നാളെ ചിലപ്പോൾ നിങ്ങൾക്കെതിരെ കോടതിയിൽ എന്റെ മോള് വന്നെന്നിരിക്കും. ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് വിജയകുമാർ പറയുകയാണ്, അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. LLB എടുത്ത് വക്കീലാകാനാണ് ശ്രമമെങ്കിൽ കേസില്ല വക്കീൽ എന്നുള്ള പേര് കിട്ടാതിരിക്കാൻ ഇവളും ഇതുപോലുള്ള കേസിലൊക്കെ ഇടപെട്ടു എന്നിരിക്കും. പറയുകയാണ്, ഇല്ല, ഒരിക്കലുമില്ല. പണത്തിന് വേണ്ടി ആരുടെയും കഴുത്തറുക്കുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല. സത്യം പറയാമല്ലോ, ഒരു ലീഡിംഗ് അഡ്വക്കേറ്റിന്റെ മകൾ എന്നാണ് ഞങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒരു വെയിറ്റ് ആയിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു അച്ഛനെ ലോകത്ത് ഒരു മകൾക്കും കിട്ടരുതെന്നാണ് എന്റെ പ്രാർത്ഥന. വിജയകുമാർ പറയുകയാണ്, ശരിയാണ്, കോടതിയിൽ ഞാൻ ഏറ്റെടുത്ത കേസുകൾ വിജയിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ നീ ഇടയ്ക്ക് പറയാനുണ്ടല്ലോ കുടുംബത്തിൽ ഞാനൊരു തോൽവിയാണെന്ന്. മക്കൾ അച്ഛനെ ക്രോസ് വിസ്താരം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നീ ആയിരിക്കും എന്നെനിക്കറിയാം. എനിക്ക് സന്തോഷമൊന്നും ഇല്ല, നിങ്ങളുടെ കാര്യമോർത്ത് സഹതാപമേ ഉള്ളൂ. സാധാരണ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവരുടെ അച്ഛനെയാണ്. ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അമ്മയേക്കാൾ അവർക്കിഷ്ടം അച്ഛനെയാണ്. ഇവിടെ എന്റെ മക്കളുടെ ആവശ്യങ്ങളൊന്നും അറിയാത്തവരാണ് അവരുടെ അച്ഛൻ. ഞാൻ എന്റെ മക്കളുമായി പുറത്തു പോകുമ്പോൾ അമ്മയും അച്ഛനുമായി ഫാമിലി ആയിട്ട് വരുന്ന കുടുംബത്തെ കാണുമ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. എന്നെങ്കിലും ഞങ്ങൾക്കൊപ്പം നിങ്ങളൊന്ന് പുറത്തു വന്നിട്ടുണ്ടോ? ഒരു ഹോട്ടലിൽ പോയിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? പോട്ടെ, വീട്ടിലെ ഡൈനിങ് ടേബിളിന്റെ അരികിൽ ഒന്നിച്ചിരുന്നിട്ടുണ്ടോ? വിജയകുമാർ പറയുകയാണ്, അതിന്റെ എല്ലാ കാലവും കഴിഞ്ഞുപോയി. ഇനി ഒരിക്കലും നടക്കാത്ത ആഗ്രഹങ്ങളൊന്നും പറയേണ്ട. നാളെ രാവിലെ കോടതി കൂടും. പ്രധാന സാക്ഷി കരുത്തയായതുകൊണ്ട് ഇന്നെനിക്ക് രാത്രി പകലാക്കിയേ പറ്റൂ. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറി പോവുകയാണ് വിജയകുമാർ. പറയുകയാണ്, അമ്മ ഉറപ്പായിട്ടും കോടതിയിൽ പോണം. അച്ഛൻ ഈ കേസിൽ തോക്കണം. എന്നിട്ട് നല്ല 4 വർത്തമാനം എനിക്ക് മുഖത്ത് നോക്കി പറയണം. പിന്നീട് കാണിക്കുന്നത് രാവിലെ കോടതിയാണ്. അവിടെ സദാനന്ദൻ കാർത്തിയോട് പറയുകയാണ്, എടാ, ഈ കോടതിയിൽ ഞാൻ ഒരുപാട് കയറി ഇറങ്ങിയിട്ടുണ്ട്. നിനക്കും അത് പുത്തരിയല്ല. പക്ഷേ അന്നൊക്കെ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു എന്റെ ഭാഗം ജയിക്കുമെന്ന്. എന്നാൽ ഇന്ന് ആ ഉറപ്പൊന്നും ഇല്ല. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ അച്ഛന്മാർ ജയിലിൽ പോകുന്നതിനേക്കാൾ വേദനയാണ് മക്കൾ അവിടേക്ക് പോകുന്നത്. അന്നേരം വിജയകുമാർ കോടതിയിലേക്ക് വരുന്നത് മുകളിൽ നിന്നും നോക്കി നിൽക്കുകയാണ് കാർത്തിയും സദാനന്ദനും. സദാനന്ദൻ പറയുകയാണ്, വക്കീൽ എത്തിയിട്ടുണ്ട്, ഭാര്യയും കൂട്ടി വരാതിരുന്നത് ഭാഗ്യം. അന്നേരം കാർത്തി പറയുകയാണ്, അവരെങ്ങനെ ഒന്നിച്ചു പോകാറില്ലല്ലോ അച്ഛാ. സദാനന്ദൻ പറയുകയാണ്, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അതേസമയം കാർത്തി കാണുകയാണ് ബുള്ളറ്റ് ജഗനെ വിലങ്ങ് വെച്ച് കോടതി വരാന്തയിലൂടെ പോകുന്നത്. കാർത്തി ചോദിക്കുകയാണ്, ഇത് അവനല്ലേ? അന്നേരം ജഗൻ തിരിഞ്ഞൊന്ന് കാർത്തിയെ നോക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.